കോഴിക്കോട് താമരശ്ശേരി കട്ടിപ്പാറയിൽ ശമ്പളം ലഭിക്കാത്തതിനെ തുടർന്ന് അധ്യാപിക ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടി ഇന്നറിയാം. വിദ്യാഭ്യാസ ഡയറക്ടർക്ക് താമരശ്ശേരി AEO ഇന്നലെ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു. അതേസമയം സംഭവത്തിൽ പ്രതിഷേധം ശക്തമാവുന്നുണ്ട്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. രാഹുൽ, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് തുടർ നടപടികൾ? ഈ വിദ്യാഭ്യാസ വകുപ്പിന്റെ തുടർ നടപടി അത് ഏത് രീതിയിലായിരിക്കുമെന്ന് നമുക്കറിയില്ല. പക്ഷേ ആ റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും സ്വാഭാവികമായിട്ടുണ്ടാവുക. അതല്ലാതെ ഇപ്പോൾ മറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ അടക്കം ഈ വിഷയത്തിൽ ഇടപെടുന്നുണ്ടോ? എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, ക്രിസ്റ്റീന, വെരി ഗുഡ് മോർണിംഗ്. വേതനം ലഭിക്കാത്ത മനോവിഷമത്തിൽ അധ്യാപിക ജീവനൊടുക്കിയ സംഭവത്തിൽ അന്വേഷണം ഒരു ഭാഗത്ത് പുരോഗമിക്കുകയാണ്. അലീന ബെന്നിയുടെ മരണത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന് വീഴ്ച സംഭവിച്ചിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള കണ്ടെത്തൽ. പ്രജിൻ സൂചിപ്പിച്ച പോലെ തന്നെ താമരശ്ശേരി AEO ഇന്നലെ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് അന്വേഷണ റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഇതിൽ പറയുന്ന അനുസരിച്ച് ആദ്യത്തെ നിയമനം ഇല്ലാത്ത ഒഴിവിലേക്കായിരുന്നു. രണ്ടാമത്തെ നിയമനമാണെങ്കിൽ വേണ്ടത്ര രേഖകൾ ഈ മാനേജ്മെന്റ് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് സമർപ്പിക്കാത്തതിനാൽ ഇത് അംഗീകരിക്കാൻ കഴിഞ്ഞുമില്ല. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ വകുപ്പിന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. മറിച്ച് ഈ സ്കൂൾ മാനേജ്മെന്റിനാണ് വലിയ വീഴ്ചകൾ സംഭവിച്ചതെന്നാണ് ഈ റിപ്പോർട്ടിൽ തന്നെ പറയുന്നത്. അതുകൊണ്ട് വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും ഇനി എന്ത് നടപടി ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു വ്യക്തത വന്നിട്ടില്ല. ഇന്ന് അത് സംബന്ധിച്ച് ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതേസമയം മറുഭാഗത്ത് പ്രതിഷേധവും ശക്തമാവുകയാണ്. ഈ അലീന ബെന്നിയുടെ മരണത്തിൽ ഒന്നാം പ്രതി മാനേജ്മെന്റും രണ്ടാം പ്രതി സർക്കാരുമാണെന്ന ആരോപണമായി യൂത്ത് കോൺഗ്രസ് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്നലെ കോൺഗ്രസിന്റെ സംഘടനയായ KPSTയുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധം താമരശ്ശേരിയിൽ ഉണ്ടായിരുന്നു. ഇന്നും തുടർ പ്രതിഷേധങ്ങൾ യുവജന സംഘടനകളുടെ ഭാഗത്തുനിന്നും ഉണ്ടാകാനാണ് സാധ്യത. അതേസമയം ഇന്നലെ മനുഷ്യാവകാശ കമ്മീഷനും സംഭവവുമായി ബന്ധപ്പെട്ട് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് സ്കൂൾ മാനേജ്മെന്റിനെതിരെ കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്ന് ഇന്നലെ അലീനയുടെ പിതാവായിട്ടുള്ള ബെന്നി തന്നെ വ്യക്തമാക്കിയിരുന്നു. അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, കൂടുതൽ തെളിവുകൾ, ഈ മാനേജ്മെന്റിനെ കുരുക്കിലാക്കുന്ന തെളിവുകൾ പുറത്തു വരുമോ എന്നും ഇന്നറിയാം. പ്രജി, ശരി. രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും ഇന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ റിപ്പോർട്ട് വരുന്നു. അതിലെ തുടർ നടപടി എന്തായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇവിടെയും നമുക്ക് പറയാനുള്ള സന്ദേശം അത് തന്നെയാണ്. ഒന്നിനും പരിഹാരമല്ല ആത്മഹത്യ. അപ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒരാൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ഞാൻ 10 തവണ ആത്മഹത്യ ചെയ്യേണ്ടതായിരുന്നുവെന്ന്. നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിൽ നമ്മൾ കടന്നു പോകുന്ന ഓരോ വഴികളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിൽ നിന്ന് ഞാനോ നിങ്ങളോ പ്രജൻസി കണ്ണനോ ഒന്നും അതീതരല്ല. പക്ഷെ ഓരോ ദിവസവും ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക് അതിനെ സമയം കാണും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും അതിലേക്ക് പോകരുത്.